പുതിയ വീഡിയോയിലെ സ്വാഗതം. ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് ഒരു വണ്ടി നമ്മളെ വഴി കൊടുങ്ങുക, വണ്ടി സ്റ്റാർട്ട് ആവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മെക്കാനിക്സ് ആണെങ്കിലും നിങ്ങൾ മെക്കാനിക്സ് ആണെങ്കിലും കൂടെ എങ്ങനെ ഷോർട്ട് ഔട്ട് ചെയ്യാന്നുള്ളതാണ്. കറക്റ്റ് പ്രോപ്പറായിട്ട് എങ്ങനെ അത് പെട്ടെന്ന് മനസ്സിലാക്കാന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. അതായത് വണ്ടിക്ക് നോ സ്റ്റാർട്ടിംഗ് ആണ്, കറണ്ട് ഉണ്ടോ ഇല്ലയെന്നോ നോക്കിയിട്ടില്ല, വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കറണ്ട് വരുന്നുണ്ടോ നോക്കാം കേട്ടോ. ആദ്യം തന്നെ ചെക്ക് ചെയ്യേണ്ടത് ബാറ്ററി വോൾട്ടേജ് ആണ് കേട്ടോ. അതിന് നമ്മൾ നോക്കാമൊന്നുമില്ല, ഇൻഡിക്കേറ്റർ ശരിക്കും ബ്ലിങ്ക് ചെയ്തിട്ട് നോക്കുക. ഓക്കെ, ഇത് ഇൻഡിക്കേറ്ററൊക്കെ ഓക്കെയാണ്. അല്ലെങ്കിൽ മെക്കാനിക്സ് ആണെങ്കിൽ അതിൻ്റെ വോൾട്ടേജ് നോക്കുക. ഇതിപ്പോൾ സാധാരണ ഇപ്പോൾ കുടുങ്ങിയ ആളുകളാണെങ്കിൽ ശരിക്കും നമ്മൾ ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്തിട്ട് നോക്കുക കേട്ടോ. ഇൻഡിക്കേറ്റർ കറക്റ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ബാറ്ററി അത്യാവശ്യം പിന്നെ വോൾട്ടേജ് ഉണ്ട്. ഇനി അടുത്ത് ചെക്ക് ചെയ്യാനുള്ളത് നോക്കാം. സ്പാർക്ക് പ്ലഗിൽ കറണ്ട് വരുന്നുണ്ടോ നോക്കാം. എന്നിട്ടോ ഇതിൽ കറണ്ട് വരുന്നുണ്ടോ നോക്കാം നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ. സ്പാർക്കിന് പവർ കുറവാണ് കേട്ടോ. ചെറിയ രീതിയിൽ മാത്രമേ ഉള്ളൂ. അതായത് സ്റ്റാർട്ട് ആവാനുള്ള കറണ്ട് ഔട്ടില്ല ഇതിന്. നമ്മൾ അടുത്ത് നോക്കാനുള്ളത് നമ്മൾ ആ സ്വിച്ചിന്റെ കാര്യങ്ങളോ ഇഗ്നിഷന്റെ കാര്യങ്ങളോ ഒന്നും പോകണ്ട. അതായത് ഇഗ്നിഷൻ ഓൺ ആണോ അല്ലെങ്കിൽ കില്ലർ സ്വിച്ച് ഓൺ ആണോ ഒന്നും നോക്കാം. അതിന്റെ സ്വിച്ച് അയക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ അതിനൊരു ടി സിന്റെ യൂണിറ്റിന്റെ ഇത് എല്ലാവരും ചോദിച്ചിട്ടുണ്ട് എന്നോട്, ഒരു കമന്റ് ചെയ്തിരുന്നു ഈ ടൂൾ ഏതാന്നുള്ളത്. സിങ് പ്രോബ് ജി പ്രോബ് എന്ന് പറഞ്ഞ സിസ്റ്റം ആണ് കേട്ടോ. ഓട്ടോ പ്രോബ് ആണ്. ജി ഓട്ടോ പ്രോബ് എന്ന് പറഞ്ഞ ഒരു സെൻസർ ടെസ്റ്റർ ടൂളാണ്. അപ്പോൾ ഇതിനോട് എല്ലാ പിന്നെ സെൻസറിന്റെ കാര്യങ്ങളും പിന്നെ വോൾട്ടേജ് എല്ലാ കാര്യം ചെക്ക് ആവുന്നതാണ്. ഞാനിപ്പം മൾട്ടിമീറ്റർ ഉപയോഗിച്ച് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഇതിന്റെ ഫ്രീക്വൻസി അറിയാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നു മാത്രം. നമ്മളിത് നെഗറ്റീവിലേക്ക് കൊടുക്കുന്നു. ഇതിന്റെ കൂടെ ഒരു പിന്ന് വരും. ഈ പിന്നെ നിങ്ങൾ റെഡ് ലൈനിലേക്ക് കൊടുക്കും. ഇതിൽ പോസിറ്റീവ് ലൈറ്റ് കാണിക്കണം കേട്ടോ. ഇതിൽ 12 വോൾട്ട് കാണിച്ചു കഴിഞ്ഞാൽ, കാരണം ഈ ടി സി ഐക്ക് 11.4 വോൾട്ട് ബാറ്ററി വോൾട്ടേജ് കുറച്ച് കുറവാണ്. എന്നാൽ സ്റ്റാർട്ട് ആവാൻ നല്ല വോൾട്ടേജ് ഉണ്ട്. ഇതിൽ 11.4 വോൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ടി സി ഐക്ക് നെഗറ്റീവും പോസിറ്റീവും കിട്ടിയാൽ തന്നെ ടി സി ഐ കറണ്ട് കറക്റ്റ് ഔട്ട് ചെയ്യുള്ളൂ. അത് നോക്കുക ഒന്ന്. പിന്നെ നമ്മൾ നോക്കണതിൻ്റെ എർത്താണ്. ഒരു ബ്ലാക്ക് വയർ ഉണ്ടാവും, അതിൽ എർത്ത് നോക്കാം. എർത്ത് നോക്കുമ്പോൾ പോസിറ്റീവ് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ -12. ഓക്കെ, -12 കാണിച്ചു. അപ്പോൾ ഇത് നെഗറ്റീവ് ഓക്കെയാണ്. അപ്പോൾ ഈ രണ്ട് കറണ്ടും ഈ ടി സിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മളെ ടി സിയിലേക്കുള്ള കറണ്ട് ഓക്കെയാണ്. അപ്പോൾ ഇനി ഇതൊന്നും നോക്കാനില്ല. ഇനി ഇതും കൂടെ നമുക്ക് കയ്യിലൊരു ടി സി യൂണിറ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഇതിലിഞ്ഞ് വയറിംഗ് കിറ്റിന്റെ കാര്യങ്ങളൊന്നും നോക്കാനില്ല. ഇത് ഇട്ടിട്ട് ഈ ടി സി യൂണിറ്റ് പുതിയ ഇട്ടതിന് ശേഷം നമുക്ക് കറണ്ട് കിട്ടിയില്ലെങ്കിൽ മാത്രം നമുക്ക് വേറെ നോക്കിയാൽ മതി കേട്ടോ. ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഓക്കെയാണ്. അപ്പോൾ ഇത്രയും ഈസി ആയിട്ട് നമുക്ക് ഇത് വരുന്ന സമയത്ത് കറണ്ട് നമ്മൾ ചെക്ക് ചെയ്യാം കേട്ടോ. ഇത് നമ്മൾ 2 പ്ലഗിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 2 പ്ലഗ് ഒരു പ്ലഗ് അയച്ചിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഇട്ടുണ്ടോ നോക്കാം കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ട കാര്യം 2 പ്ലഗ് അയച്ചിട്ട് സ്റ്റാർട്ടിങ്ങിൽ 2 പ്ലഗും ഫങ്ഷനിങ് ആണ്. ഇതിൻ്റെ കറണ്ട് നോക്കാം. ഓക്കെയാണ്. ചാർജിങ് ഓക്കെയാണ്. അതുപോലെ ടി സി യൂണിറ്റ് വീക്ക് ആയതാണ്. കറണ്ട് ലോ ഔട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിന് ആയിക്കഴിഞ്ഞാൽ ആദ്യം ചെക്ക് ചെയ്യേണ്ട കാര്യമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.